ഹനാൻ ഷാ എന്ന ഒരു പാട്ടുകാരൻ്റെ ഗാനമേള അടുത്ത ദിവസം കാസർഗോഡ് വെച്ച് നടന്നു. വലിയ ജനപങ്കാളിത്തമാണ് അവിടെ ഉണ്ടായത്. ഇത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളുവാൻ അവിടെ സ്ഥലസൗകര്യം ഉണ്ടായിരുന്നില്ല. ഗാനമേളയിലേക്ക് ധാരാളം സ്ത്രീകൾ, അതും പർദ്ദയിട്ട സ്ത്രീകൾ തന്നെ വന്നു ചേരുകയായിരുന്നു. അതവിടെ പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് കണ്ട് പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെപ്പിച്ചെങ്കിലും ആളുകൾ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അവസാനം പോലീസുകാർ ലാത്തി വീശേണ്ടി വന്നു അവിടെ നിന്ന് ഈ സ്ത്രീകളെ, അവിടെ കൂടിയവരെയും ഒഴിവാക്കുവാൻ. 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കാര്യമായ ചർച്ച നടന്നിരുന്നത് പാലത്തായി പീഡനക്കേസിലെ പ്രതിയായ BJP-ക്കാരൻ പത്മരാജനെ കോടതി ശിക്ഷിച്ചിരുന്നു. ഈ ശിക്ഷാവിധിയിൽ CPM-ൻ്റെ ഒരു നേതാവ് രവീന്ദ്രനുണ്ടായിരുന്ന രോഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇന്നത്തെ CPM-ൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJP-യുടെയും ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിധി ഒരു BJP-ക്കാരനുണ്ടായതിൽ CPM-കാർക്ക് വലിയ അമർഷമുണ്ടായിരുന്നു. ആ അമർഷമാണ് രവീന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. 2 ദിവസം അതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഈ ഹനാൻ ഷായുടെ ഗാനമേളയും അത് സംബന്ധമുണ്ടായ വിഷയം മാറിപ്പോയി. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്, എല്ലാം 1-2 ദിവസം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരും, പിന്നെ അതിൻ്റെ പിറകിലാവും ആളുകളെല്ലാവരും. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ഏരിയ കൂടുതലുള്ള പ്രദേശമാണ്. അവിടെ നേരത്തെയും സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവരാണ്. സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല, അവരെ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുകയാണ്, ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ വിമർശകർ നിരന്തരമായി പറയാറുണ്ട്. എന്നാൽ സ്ത്രീകൾ ഈ പർദ്ദ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവർക്ക് ഇതുപോലെ പെട്ടെന്ന് ഗാനമേളയോ മറ്റു ഹോസ്പിറ്റൽ കേസുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടി, ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ എല്ലായിടത്തും സ്ത്രീകൾ ഗാനമേളയിലും സ്റ്റേജിലും പാട്ടിലും ആട്ടിലും കൂത്തിലും എല്ലാം പർദ്ദയിട്ട മുസ്ലിം സ്ത്രീകളെ ധാരാളമായി നമുക്ക് കാണാം. എന്നാൽ മതരംഗത്തും ഈ പർദ്ദയിട്ടവരുണ്ട്. നൂറെ ഹബീബിൻ്റെ കിണറിൻ്റെ ചുറ്റിലും പർദ്ദയിട്ട സ്ത്രീകളുണ്ട്. തൊഴിലുറപ്പ് സ്ത്രീകളും ധരിക്കുന്നത് ഈ പർദ്ദ തന്നെയാണ്. അങ്ങനെ പർദ്ദ എല്ലായിടത്തുമുണ്ട്. പർദ്ദ എല്ലാം കറുപ്പ് കളർ ആകണമെന്ന് ഇവിടെ നിന്നോ ഒരു വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും കറുത്ത തുണി കൊണ്ട് തന്നെയാണ് പർദ്ദ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ പർദ്ദയിലൊക്കെ കഴിയുന്ന സ്ത്രീകളൊക്കെ മതത്തിൽ വലിയ വിശ്വാസികളാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം മഞ്ചേരി ട്രിനിറ്റി കോളേജിലാണെന്ന് തോന്നുന്നു ചാനലുകാർ അവിടെ ചെന്നു. ചാനലുകാർ വന്നപ്പോഴേക്ക് അവിടുത്തെ മുസ്ലിം കുട്ടികൾ എല്ലാം തട്ടമിട്ട കുട്ടികളാണ്. അവർ വളരെ സജീവമായി. ഇപ്പോൾ ചാനലുകാരും എവിടെ പരിപാടി വെച്ചാലും അവിടെ എല്ലാം വളരെ ആവേശപൂർവ്വം മുന്നിട്ട് വരുന്നതും ചാനലുകാരും ആരുമായി ആശയങ്ങൾ പങ്കുവെക്കുന്നതും മുസ്ലിം പെൺകുട്ടികളാണ്. ആ മുസ്ലിം പെൺകുട്ടികളെ അധികമൊന്നും ഈ രംഗത്തൊന്നും നമ്മൾ കാണുന്നില്ല. ആ പെൺകുട്ടിയോട് ചാനലുകാരൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ചാനലുകാരനെ പോലും അത്ഭുതപ്പെടുത്തി. വിവാഹത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചോദ്യത്തിന് ഈ മുസ്ലിം പെൺകുട്ടി പറയുന്നത് അവരുടെ രക്ഷിതാക്കളെ മുഴുവൻ മതത്തെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറുപടിയാണ്. വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു, ഞങ്ങളെ ആരെങ്കിലും തിരഞ്ഞു പിടിച്ച് ഞങ്ങളറിയാത്ത കുടുംബക്കാർ നോക്കി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ
നിശ്ചയിക്കുന്നു, ഞങ്ങൾക്കതിൽ പങ്കുമില്ല, ഇപ്പോൾ പഠനം നിർത്തി ഇനി വിവാഹം കഴിക്കാമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അത് ബാക്കി പഠനം വിവാഹത്തിന് ശേഷമാകാമെന്ന് പറയുന്നു. എന്നാൽ എനിക്ക് PG എടുക്കണമെന്നുണ്ട്, പഠനം വിവാഹം ചെയ്താൽ കുട്ടിയെ കിട്ടും, PG കിട്ടണമെങ്കിൽ പഠിക്കണം എന്നൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നുണ്ടായിരുന്ന തട്ടമിട്ട കുട്ടികൾ വലിയ പ്രോത്സാഹനവും കയ്യടിയുമാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ട്രെൻഡ് അവർക്ക് ജോലിക്ക് പോകണം എന്നുള്ളതാണ്. വിവാഹം വേണമെങ്കിൽ കഴിക്കാം, ഇനി കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കാൻ അവർ ഒരുക്കമല്ല. ഈ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ച് ഏതാണ്ട് 3G 4G മൊബൈലിൽ വന്നതുപോലെ വളരെ വേഗതയിലാണ് മുസ്ലിം പെൺകുട്ടികളുടെ ഈ പുരോഗമനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ എത്തിച്ചേരുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല. മതപ്രാസംഗികരും എല്ലാം അവർ വേണ്ടുവോളം ഈ കാര്യം പറയുന്നുണ്ട്. മുസ്ലിങ്ങളൊക്കെ ചെറുപ്പം മുതലേ മദ്രസയിൽ പറഞ്ഞയച്ച് അന്നു മുതൽ എല്ലാ അവസരങ്ങളിലും ദീൻ പഠിപ്പിക്കുന്നവരാണ്. ജുമുഅ ഖുതുബ മലയാളത്തിൽ നടത്തുന്നവർക്ക് അവിടെയുണ്ട്, പിന്നെ നിക്കാഹ് ഖുതുബ എന്ന് അവിടെയും പ്രസംഗമുണ്ട്. ഉത്ബോധനം തന്നെയാണ് തിരിഞ്ഞും മറിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മദ്രസയിലും മറ്റും പഠിച്ച് ദീൻ പഠിപ്പിച്ചു വന്ന കുട്ടികൾ വലുതായി വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് മുസ്ലിംകൾ ഉള്ളത്. ഇതിനെ ഇനി മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് സംശയമാണ്. മുസ്ലിം നേതൃത്വമാകട്ടെ അവരിപ്പോഴും നമസ്കാരത്തിൽ കൈവെക്കണമോ, അത്തഹിയ്യാത്തിൽ കൈവിരൽ ഇളക്കണമോ ഇളക്കണ്ടയോ, താടി വെട്ടണമോ, ഫുള്ളായിട്ട് പടച്ച വഴി അങ്ങനെ കിടന്നോട്ടെ എന്ന് വെക്കണമോ എന്നിങ്ങനെയുള്ള ഗൗരവതരമായ ചർച്ചകളിലാണ് ഇപ്പോഴും ഉള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ സമുദായം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പിഴച്ചുകൊണ്ട് അവരുടെ പിടിവിട്ട പോക്ക് കാണുമ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് ഒന്ന് ആലോചിക്കുവാൻ പോലും അവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ സാധിക്കാത്ത വിധം അവർ അകന്നിരിക്കുന്നു. ഇതാണിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് തട്ടമൊക്കെ ഇട്ട് വളരെ ഭക്തിയോടെ കൂടെ പോകുമ്പോൾ രക്ഷിതാക്കൾ എൻ്റെ കുട്ടി വളരെ ദീനിയാണ് എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ കുട്ടികൾ പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിലും ബസ്സിലും കൂൾ ബാറുകളിലും ഹൈലൈറ്റ് മാളുകളിലും സിനിമ തിയേറ്ററുകളിലുമൊക്കെ കറങ്ങി നടക്കുകയാണ്, മറ്റാരുടെയെങ്കിലും ബൈക്കിൻ്റെ പിറകിൽ കയറി പോവുകയാണ് ചെയ്യുന്നത് എന്നൊന്നും മിക്ക രക്ഷിതാക്കളും അറിയുന്നില്ല. ഇങ്ങനെ ഈ സമുദായത്തെ ഇപ്പോൾ കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഭൂതം കണക്കെ ഇത് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ച് ആ കുടത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു സമുദായ നേതാവും ഒരു മൗലവിയും ഒരു മുസ്ലിയാരും വിചാരിച്ചുകൊണ്ട് നടക്കും എന്ന് കരുതാൻ ഒരു മാർഗവുമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. ഒരു ഉപദേശം എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിനിടയ്ക്കിൽ മറ്റ് ഇതിനോടൊപ്പം ചില പഠനത്തിൻ്റെ സമ്മർദ്ദം കൂടുമ്പോഴും മറ്റുമൊക്കെ ചില മയക്കുമരുന്നുകളൊക്കെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാം, അതിനെന്താ, എന്ത് ചോദിക്കുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന ചോദ്യം കുട്ടികൾ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലാണ് വീടകങ്ങളിൽ പോലും ഉള്ളത്. രക്ഷിതാക്കൾ ഇതൊക്കെ നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇന്നില്ല. മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് വിവാഹം കഴിക്കാൻ സ്ത്രീകളെ ലഭിക്കുന്നില്ല. പലരും ഹൈദരാബാദിൽ നിന്നും ഹരിയാനയിൽ നിന്നും വിവാഹം ചെയ്ത് കൊണ്ടുവരാൻ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിലെ പെൺകുട്ടികൾക്ക് ഈ കാര്യത്തിനോട് താല്പര്യമില്ലായ്മയാണ്. പിന്നെ വിവാഹം അന്വേഷിച്ച് വരുന്ന പെണ്ണ് തന്നെ കാണാൻ വരുന്ന യുവാവിനോട് അമിതമായ ഡിമാൻഡുകൾ അവരുടെ ഇൻ്റർവ്യൂവിൽ പല യുവാക്കളും പരാജയപ്പെടുന്നത് കാരണം അവർ എളിഭ്യരായി തിരിച്ചു പോരുകയാണ്. പഴയ കാലത്ത് സ്ത്രീകളെ എത്ര കണ്ടിട്ടും നൂറുകണക്കിന് സ്ത്രീകളെ കണ്ടിട്ടും തൃപ്തി വരാതിരുന്ന യുവാക്കൾക്ക് ഇന്ന് ഒരു പെണ്ണ്, നാട്ടിൽ നിന്നൊരു പെണ്ണ് കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് അവർക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് എവിടെ എത്തും, എന്താവും എന്നൊന്നും ഇപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല. സമുദായ നേതൃത്വത്തിനാവട്ടെ
മാതാപിതാക്കൾക്കാവട്ടെ ഇതൊക്കെ നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അവരുടെ മുമ്പിൽ ഇന്നില്ലതാനും.